നമ്മളോടൊപ്പം ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ചേരുകയാണ്. മാഡം, നിരവധി സ്ത്രീകൾ വരുന്നു, എന്താണ് ക്രമീകരണങ്ങൾ, എങ്ങനെയാണ്? സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും നഗരസഭയുടെ നേതൃത്വത്തിലും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തവണ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ഇതിന്റെ അവലോകന യോഗമെടുത്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പൊങ്കാല ഉണ്ടാവുന്നതാണ്. കാരണം ഇത്തവണത്തെ ഉത്സവം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ജനങ്ങൾ വന്നുപോയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. ഒരു സുരക്ഷിതമായ പൊങ്കാല ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ചൂടിന്റെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ വർക്ക് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഏതാണ്ട് 3000-ലധികം തൊഴിലാളികളെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൊങ്കാല കഴിയുന്ന സാഹചര്യത്തിൽ തന്നെ അത് ഏറ്റവും അടിയന്തരമായി ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് നടപ്പിലാക്കാൻ കഴിയും. ഒരു രാത്രി 12 മണിയോടുകൂടി മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങൾ തീർക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ 5 ലക്ഷത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? നഗരം എത്ര സ്ത്രീകൾ വന്നുപോയാലും നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അവർക്ക് സുരക്ഷിതമായി പൊങ്കാല ഇടാനും തിരിച്ചു പോകാനുമുള്ള ക്രമീകരണങ്ങൾ യാത്രാകാര്യത്തിലടക്കം നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.